ജയിലിൽ പോകാൻ നോക്കുമ്പോൾ അശോക് ചൗഹാൻ ചെയ്ത പോലെ എന്താ ചെയ്യേണ്ടത്? എന്നെ BJP പിടിക്കാൻ വരികയാണ്, ED ഇറക്കിയിരിക്കുകയാണ്, എനിക്ക് രണ്ട് വഴിയേ ഉള്ളൂ, ഒന്നുകിൽ ജയിലിൽ പോവുക അല്ലെങ്കിൽ BJP ആകുക. മഹാരാഷ്ട്രയിലെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവാണ് ഈ പറഞ്ഞ മനുഷ്യൻ. അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്നു ശിവരാജ് ചൗഹാൻ. എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞത്? ഇതേ രാഹുൽ ഗാന്ധി പറഞ്ഞു എന്നെ ഫോൺ വിളിച്ചു, എന്നിട്ട് കരയുകയായിരുന്നു. കാരണം കോൺഗ്രസ് ആയിട്ട് തുടർന്നാൽ ജയിലിൽ പോകണം, അല്ലെങ്കിൽ BJP ആയിട്ട് പോവാം, അവിടെ സ്ഥാനമാനങ്ങളുണ്ട്. ഇവിടെ കേസും ജയിലുമാണ്. എന്തു വേണം എന്നാലോചിച്ചപ്പോൾ അശോക് ചൗഹാൻ നേരെ പോയത് BJPയിലേക്കാണ്. ആ പാരമ്പര്യമല്ല CPMന്റെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെയും പാരമ്പര്യം. അത് നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കണം. കൽത്തുറുങ്ങിലും ഒളിവിലും എല്ലാം പ്രവർത്തിച്ച് എല്ലാ തരത്തിലുള്ള പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് മുമ്പോട്ടേക്ക് പോകുന്ന, ഏത് തരത്തിലുള്ള കടന്നാക്രമങ്ങളെയും അഭിമുഖീകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന, അപ്പോഴെല്ലാം കരയല്ല, നിശ്ചയദാർഢ്യത്തോടുകൂടി കമ്മ്യൂണിസ്റ്റ് നിശ്ചയദാർഢ്യത്തോട് മുന്നോട്ടേക്ക് പോയ നേതൃനിരയിലാണ് സഖാവ് പിണറായി ഉള്ളത് ഇന്ത്യയിലെ. എന്നിട്ട് ഇവിടെ വന്നിട്ട് തോന്നിയ പോലെ തോന്നിയാസം പറയുക. അത് രണ്ടാളും അതുതന്നെയാണ് പറയുന്നത്. ഒന്ന് തെലങ്കാന മുഖ്യമന്ത്രിയാണെങ്കിൽ മറ്റൊന്ന് കോൺഗ്രസിന്റെ ഉന്നത നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയാണ്. കാര്യങ്ങൾ മനസ്സിലാക്കാതെ, വസ്തുതകൾ എന്താണെന്നറിയാതെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരെങ്കിലും എഴുതി കൊടുക്കുന്ന കാര്യം വെച്ചുകൊണ്ട് വിശദീകരിച്ചു പോയാൽ അത് ദേശീയ രാഷ്ട്രീയത്തിലെ സമുന്നത നേതാവെന്ന രീതിയിൽ രാഹുൽ ഗാന്ധിയുടെ വളരെ അപകടകരമായ അപക്വമായ ഒരു പ്രസ്താവനയായിട്ട് ഈ ലോകം വിലയിരുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രതിപക്ഷ നേതാക്കൾക്കെതിരായിട്ടും ഈ രാജ്യത്തിലെ ജനാധിപത്യ ശക്തികൾക്കെതിരായും രാഷ്ട്രവിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അതുപോലുള്ള നിരവധി കാര്യങ്ങൾ പറഞ്ഞ് ജയിലിലടക്കാനും ഗുണ്ടാ പിരിവ് നടത്താനും ഇലക്ട്രൽ ബോണ്ട് പിരിക്കാൻ കോടാനുകോടി ഉറുപ്പിക, ഏതാണ്ട് 8,500 കോടി ഉറുപ്പിക ഗുണ്ടാ പിരിവ്. ആ ഗുണ്ടാ പിരിവിന് ഏറ്റവും പ്രധാനമായിട്ട് പിന്തുണ നൽകിയത് ഈ പറയുന്ന കേന്ദ്ര ഏജൻസികൾ തന്നെയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ED ആണ്, IT ആണ്, CBI ആണ്. ഇവരെല്ലാം പോയി ഭയപ്പെടുത്തുക. അപ്പോൾ BJPക്ക് ഇലക്ട്രൽ ബോണ്ട് കൊടുക്കുക. ഇലക്ട്രൽ ബോണ്ട് കൊടുക്കുമ്പോൾ അതിൽ പങ്കുപറ്റിയവരാണ് കോൺഗ്രസ്. 8,500 കോടിയാണ് BJP കിട്ടിയതെങ്കിൽ അതിന്റെ രണ്ടാമത്തെ പങ്കുപറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി കോൺഗ്രസ് ആണ്. ഇതേ രാഹുൽ ഗാന്ധി ഇതിനിടെ വന്നപ്പോൾ പ്രസംഗിച്ചു കൊള്ളയടിയാണ്, കൊള്ളയടി. ആര്? BJPയെ പറ്റി. BJP കൊള്ളയടിച്ച ഈ 8,000 കോടി റുപ്യ, 8,500 കോടി റുപ്യ, ഒപ്പം 2,000 കോടി റുപ്യ കോൺഗ്രസും. ലോക ചരിത്രത്തിൽ ഇന്നേ വരെ കേട്ടുകേൾവിയില്ലാതൊരു സംഭവം ഞാൻ പറയാം. കോൺഗ്രസിന്റെ ഏറ്റവും പ്രമുഖ നെഹ്റു കുടുംബം, ആ കുടുംബത്തിലെ ഒരു സ്ത്രീ, ഇനി അത്രയും ഞാൻ പറയുന്നു, അവരുടെ ഭർത്താവ്, ആ കുടുംബം തന്നെ പറയാം, ഭർത്താവ് കുറച്ചു കൊല്ലം മുമ്പ് വലിയ കേസാണ്, നമ്മളെല്ലാം പരിശോധിച്ച വലിയ കേസ്, റിയൽ എസ്റ്റേറ്റ് പ്രശ്നവുമായി ബന്ധപ്പെട്ട കേസ്. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചു എന്താ സംഭവിക്കാൻ പോകുന്നത്. പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവിന്റെ കുടുംബം. പക്ഷേ അതിനിടയിലാണ് ഇലക്ട്രൽ ബോണ്ട് വന്നത്. വളരെ പറഞ്ഞാൽ ഇലക്ഷൻ ഫണ്ട് എന്നേ അതിന് അർത്ഥമുള്ളൂ. ഇലക്ഷൻ ഫണ്ട് വന്നത്, ആ ഇലക്ഷൻ ഫണ്ട് വന്നപ്പോൾ 170 കോടി ഉറുപ്പിക കോൺഗ്രസിന്റെ ഏറ്റവും പ്രമുഖമായ ഒരു കുടുംബം BJPക്ക് കൈമാറി. കൊടുക്കാൻ കോൺഗ്രസിന് ഉളുപ്പില്ല, വാങ്ങാൻ BJPക്ക് ഉളുപ്പില്ല. 170 കോടി ഉറുപ്പികയാണ് വാങ്ങിയത്. കേസില്ല. അതോടുകൂടി കേസ് അവസാനിപ്പിച്ചു. ഇങ്ങനെ രാഷ്ട്രീയ ശത്രുക്കളോട് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് രാഷ്ട്രീയം ഉപേക്ഷിച്ച് BJPയിലേക്ക് ചേരുക, വലിയ കേസും അതുപോലുള്ള കാര്യങ്ങളും വരുമ്പോൾ കേസ് ഉപേക്ഷിക്കാൻ പണം വാങ്ങുക, ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് നമ്മൾ ഗൌരവപൂർവ്വം കാണേണ്ടതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് നയവുമില്ല, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് സംഘടനാപരമായ നേതൃത്വമില്ല. ഈ ഒരു പതനത്തിലാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഉള്ളത്. BJPയെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് CPIM ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ഇന്ത്യ ഐക്യപ്രസ്ഥാനത്തിന്റെയും പൊതുവായ ധാരണ.
അതിന് യഥാർത്ഥത്തിൽ ആ പങ്ക് വഹിക്കാൻ അവർക്കാവുന്നില്ല എന്നുള്ളത് ഈ രണ്ട് കാര്യം കൊണ്ടാണ്. ഒന്ന്, അവർക്ക് സംഘടന കൈകാര്യം ചെയ്യാനാണില്ല. നമുക്കറിയാം, അരുണാചൽ പ്രദേശ് 2016 വരെ കോൺഗ്രസ് മാത്രം ഉണ്ടായിരുന്നൊരു സ്ഥലമാണ്. 2016 44 സീറ്റുണ്ട്, 60-ൽ 44. 43 സീറ്റ് BJP ആദ്യം പീപ്പിൾസ് പാർട്ടിയുടെ പേരിലും പിന്നീട് BJPയുടെ പേരിലും പിടിച്ചു. 43 മുഖ്യമന്ത്രി ഉൾപ്പെടെ, മന്ത്രിമാരും മുഖ്യമന്ത്രി ഉൾപ്പെടെ. ഒരാൾ മാത്രം കോൺഗ്രസ്, ബാക്കിയെല്ലാം കാര്യം മാറി. ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നോക്കിയപ്പോൾ 4 സീറ്റാണ് കോൺഗ്രസിന് കിട്ടിയേ. ആ 4 സീറ്റിൽ 3 കോൺഗ്രസ് പിന്നീട് കാലുമാറി, പിന്നീടും കാലുമാറി. പിന്നെ അവിടെ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പ് നടത്തുന്ന സംഭവം 10 സീറ്റിൽ മത്സരിക്കാൻ തീരുമാനിച്ച ഒരു കാര്യം മാറി. കോൺഗ്രസിന്റെ 10 പോയി, എതിരില്ലാണ്ട് ജയിച്ചു. മുഖ്യമന്ത്രി ഉൾപ്പെടെ, BJP മുഖ്യമന്ത്രി ഉൾപ്പെടെ, പഴയ കോൺഗ്രസ് പുതിയ BJP, ആ BJP മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള അവിടെ MLA അസംബ്ലി തെരഞ്ഞെടുപ്പ് കൂടി നടക്കുകയാണ്. 10 എണ്ണം എതിരില്ലാണ്ട് തിരഞ്ഞെടുത്തു. എവിടെ ഈ വേണുഗോപാൽ സംഘടനാ ജനറൽ സെക്രട്ടറി? എവിടെ ഈ കോൺഗ്രസ് സംഘടന? എവിടെയില്ല. പരമദയനീയമായൊരു കാഴ്ച. 40 സീറ്റുണ്ടായിരുന്നു ഹിമാചൽ പ്രദേശിൽ, അവിടെ 60 തന്നെ, ഭൂരിപക്ഷമുണ്ട്. അവിടെ വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാവിനെ മത്സരിപ്പിച്ചു രാജ്യസഭയിലേക്ക്. മത്സരിപ്പിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? 6 കോൺഗ്രസ് നേതാക്കന്മാർ അപ്പോൾ കാലുമാറി. 6 എണ്ണം കാലുമാറി. പണം കൊടുത്ത് വാങ്ങിയല്ലേ, ഇലക്ട്രൽ ബോണ്ടിന്റെ ഭാഗമായിട്ട് കോടാനുകൂടി ഉറുപ്പിയല്ലേ ഉള്ളത്, അത് വെച്ചല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സംശയവും വേണ്ട, ഇവരെടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകൾക്ക് ഇവർക്ക് വ്യക്തതയില്ല. ഇതിപ്പോ ഞാൻ പറഞ്ഞ ഒരു കാര്യം മാത്രമല്ല, ഈ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, മതരാഷ്ട്രമാക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിയമനിർമ്മാണത്തിന്റെ ഭാഗമാണ് പൌരത്വ ഭേദഗതി നിയമം. അതിന്റെ ഒപ്പം തന്നെയുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ഏക സിവിൽ കോഡ്. എന്താ കോൺഗ്രസിന്റെ നിലപാട്? പരസ്യമായിട്ട് വ്യക്തമാക്കുന്നില്ലല്ലോ. ജമ്മു ആൻഡ് കാശ്മീരിന്റെ പദവി എടുത്തു കളഞ്ഞ് 370-ാം വകുപ്പ് വേണ്ടെന്ന് വെച്ചു. അതിനെതിരായിട്ട് പ്രകടന പത്രികയിലുണ്ടോ കോൺഗ്രസിന്റെ? ഞങ്ങൾ ഈ 370 പുനഃസ്ഥാപിക്കുമെന്ന് പറഞ്ഞില്ലല്ലോ. എന്ന് പറഞ്ഞാൽ സംഘപരിവാറിന്റെ ഒപ്പം നീങ്ങാനല്ലാതെ സംഘപരിവാറിനെതിരായിട്ട് മതനിരപേക്ഷ ഉള്ളടക്കം വെച്ചുകൊണ്ട് മുമ്പോട്ടേക്ക് പോകാനുള്ള ഫലപ്രദമായ ഒരു രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ BJPയോടൊപ്പം നിന്ന് മുമ്പോട്ടേക്ക് പോകുന്ന ഇവർക്ക്, നമ്മളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിന് ആവുന്നില്ല എന്ന ദുരന്തമാണ് ഇന്ത്യ മുന്നണി തന്നെ അഭിമുഖീകരിക്കുന്ന പ്രശ്നം. കോൺഗ്രസിന് മുൻകൈയുള്ള സ്ഥലത്തൊന്നും ഇന്ത്യ മുന്നണിയുടെ സഖ്യമില്ല കാര്യമായിട്ട്. എന്നാൽ തമിഴ്നാട്ടിലുണ്ട്, അവിടെ കോൺഗ്രസ് അല്ല, ചെറിയൊരു പാർട്ടിയാണ്. അതേപോലെ തന്നെ ഡൽഹിയിലുണ്ട്, അവിടെയും കോൺഗ്രസ് അല്ല. UPയിലുണ്ട്, UPയും കോൺഗ്രസ് അല്ല. UPയിൽ എന്ത് കോൺഗ്രസ്സാണുള്ളത്? 1% പോലും വോട്ട് കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുക അവിടെയെല്ലാം, UP ഉൾപ്പെടെ. അപ്പോൾ കോൺഗ്രസ് സജീവമായിട്ട് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, ഗുജറാത്ത് ഉൾപ്പെടെ എവിടെയും ഇന്ത്യ സഖ്യം ഫലപ്രദമായി മുമ്പോട്ടേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. അല്ലാത്ത സ്ഥലങ്ങളിൽ ഐക്യം, ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ വരുന്നുണ്ട്. ഈ രീതിയിൽ പോയാലും ഞങ്ങൾ കാണുന്ന ഒരു കാര്യം, ഓരോ സംസ്ഥാനമായിട്ട് എടുത്തുകൊണ്ട് BJP വിരുദ്ധ വോട്ട് ഛിന്ന ഭിന്നമാവാതെ ഫലപ്രദമായിട്ട് സ്ഥാനാർത്ഥികളെ നിർത്തി മുന്നോട്ടേക്ക് പോയാൽ BJPക്ക് ജയിക്കാനാവില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ കാര്യം നന്നായിട്ട് അറിയുന്നവർ BJPക്കാർ തന്നെയാണ്. അവർക്ക് വളരെ വ്യക്തമായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ അവർ പറയുന്ന 370-ഉം 400-ഒന്നും സീറ്റ് കിട്ടാൻ പോകുന്നില്ല, അവർക്ക് ഭൂരിപക്ഷം ലഭിക്കാൻ പോകുന്നില്ല എന്നവർക്ക് നന്നായിട്ട് ബോധ്യമായിട്ടുണ്ട്. മാത്രമല്ല, അടിയന്തരാവസ്ഥ പോലെയുള്ള കാലത്ത് ജനാധിപത്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടു വന്ന ഒരു ജനതയുടെ മനസ്സ് എന്താണ് എന്നുള്ളത് ഇന്ത്യയുടെ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാവും. അവിടെ ഇന്ദിരാഗാന്ധിയെ തോൽപ്പിക്കാൻ സാധിച്ചത് അവരുടെ എല്ലാം ഫലപ്രദമായ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ്. അതിനുമുമ്പ് ഇങ്ങനെ ആരെങ്കിലും വിചാരിച്ചിട്ടില്ല ഇന്ദിരാഗാന്ധി തോക്കുന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് 1977 നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അവിടെ തോക്കാൻ പോവാണ് എന്ന് ആരും കരുതിയിട്ടില്ല. പക്ഷേ ജനാധിപത്യ മതനിരപേക്ഷ ശക്തികൾ ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ചു. ഇന്ദിരാഗാന്ധിയെയും കോൺഗ്രസിനെയും തോൽപ്പിച്ചു. ഒരു സംശയവും കൊണ്ട് അതിനേക്കാളും ശക്തമത്തായിട്ടുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ഇന്ത്യ നിലനിൽക്കണോ അല്ല ഹിന്ദുത്വ അജണ്ടയുള്ള ഫാസിസത്തിലേക്ക് ഈ രാജ്യത്തെ നീക്കണമെന്നാണ്. അത് കൃത്യമായിട്ട് പാർട്ടി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, എല്ലാ വിഭാഗം ആളുകളും 2 ചേരിയായിട്ട് മാറും. അത് ഇന്ത്യയെ നിലനിർത്താനുള്ള ചേരി ഈ തെരഞ്ഞെടുപ്പിൽ വിജയം തേടും, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ
ആ ഒരു ചരിത്ര മുഹൂർത്തത്തിൽ കോൺഗ്രസിന് ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിക്കാൻ കഴിയുന്ന അവർക്ക് ഈ നയമില്ലായ്മയും സംഘടനാപരമായിട്ടുള്ള ദൗർബല്യവും കൊണ്ട് അതിന്റെ മുന്നിൽ നിൽക്കാനാവുന്നില്ല എന്ന പ്രശ്നം ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്.